നമസ്കാരം. നമ്മൾ നിത്യവും ആരാധിച്ചു പോരുന്ന ഒന്നാണ് ശിവലിംഗം, അല്ലേ? എന്നാൽ ശിവലിംഗത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള കഥയെ പറ്റി നിങ്ങൾക്കറിയുണ്ടോ? ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ശിവലിംഗത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചാണ്. ശിവഭഗവാനെ നാം ലിംഗരൂപത്തിലാണ് ആരാധിച്ചു പോരുന്നത്. എന്തുകൊണ്ടാണ് ശിവഭഗവാനെ ലിംഗരൂപത്തിൽ ആരാധിച്ചു പോരുന്നത് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ഇതിന്റെ വിവരങ്ങൾ അറിയുമോ? നമുക്ക് നോക്കാം. ശിവലിംഗത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പുരാണങ്ങളിൽ പറയുന്ന മനോഹരമായ ഒരു കഥയുണ്ട്. അതിങ്ങനെയാണ്. പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവിനും അതേപോലെ തന്നെ സൃഷ്ടി സ്ഥിതി നിലനിർത്തുന്ന മഹാവിഷ്ണുവിനും ശിവഭഗവാനെ അറിയാമെങ്കിലും ഭൂമിയിലെ സന്യാസിമാർക്കോ മഹാവര്യന്മാർക്കോ ശിവഭഗവാന്റെ യഥാർത്ഥ രൂപത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. ഒരു ഭിക്ഷാടകന്റെ വേഷത്തിൽ ദേഹമാസകലം ഭസ്മം പൂശി 3 ലോകങ്ങളിലും അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് അന്ന് ശിവഭഗവാനെ അറിഞ്ഞിരുന്നത്. അങ്ങനെയിരിക്കെ ഒരിക്കൽ മഹാദേവൻ ഭൂമിയിലേക്ക് ഏറ്റവും ചൈതന്യവത്തായ ദാരുവൺ എന്ന വനത്തിലെത്തി. വനത്തില് തപസ്സിൽ മുഴുകിയിരുന്ന ഋഷിമാരായിരുന്നു അവിടെ താമസിച്ചു പോന്നിരുന്നത്. നഗ്നനായി ഒരു ഭിക്ഷുവിനെ പോലെ അവിടെ എത്തിയ ശിവനെ കണ്ട കുട്ടികൾ ഭയന്നോടി. വനത്തിലെ മൃഗങ്ങൾ പോലും പരിഭ്രമിച്ചു. വന്നിരിക്കുന്നയാൾ സാക്ഷാൽ പരമേശ്വരനാണെന്ന് തിരിച്ചറിയാൻ തേജസ്വികളായ ഋഷിമാർക്ക് പോലും സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുവാനായി ഋഷിമാർ തങ്ങളുടെ പത്നിമാരോട് അദ്ദേഹത്തിന് ഭക്ഷണം നൽകുവാൻ ആവശ്യപ്പെട്ടു. ഭക്ഷണം നൽകാനെത്തിയ ഋഷിപത്നിമാർ വന്നിരിക്കുന്നയാളിന്റെ ദിവ്യപ്രഭയിൽ ആകൃഷ്ടരായി ഭക്തിയോടെ അദ്ദേഹത്തെ സ്പർശിക്കുവാനും ആലിംഗനം ചെയ്യുവാനും തുടങ്ങി. ഇത് കണ്ട മുനിമാർ അത്യധികം കോപിതരായി. തങ്ങളുടെ പത്നിമാരെ വഴിതെറ്റിച്ച ഒരു സാധാരണ ഭിക്ഷുവാണെന്ന് കരുതി മുനിമാർ അദ്ദേഹത്തെ ശപിച്ചു. നിന്റെ ലിംഗം ഇപ്പോൾ തന്നെ മുറിഞ്ഞു വീഴട്ടെ. ഋഷികളുടെ ശാപമേറ്റ ആ നിമിഷം തന്നെ ശിവന്റെ ലിംഗം ഭൂമിയിൽ മുറിഞ്ഞു വീണു. എന്നാൽ ആ സ്ഥാനത്ത് ഭയാനകരമായ ഒരു അഗ്നിസ്തംഭം രൂപപ്പെട്ടു. ഭൂമിയെയും ആ വനത്തെയും നശിപ്പിക്കുന്ന വിധം പടരാൻ തുടങ്ങി. ഭയചകിതരായ ഋഷിമാർ ബ്രഹ്മദേവനെ ഉടൻ ധ്യാനിച്ചു തുടങ്ങി. അപ്പോഴാണ് അവർ ആ സത്യം മനസ്സിലാക്കിയത്. തങ്ങൾ ശപിച്ചത് വെറും ഒരു ഭിക്ഷുവിനെയല്ല, പ്രപഞ്ചനാഥനായ മഹാദേവനെയാണെന്ന്. തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയ ഋഷിമാർ ശിവന്റെ പദങ്ങളിൽ വീണ് മാപ്പപേക്ഷിച്ചു. ഇവരുടെ സങ്കടം കണ്ട് മനമലിഞ്ഞ ഭഗവാൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ അവർക്ക് ദർശനം നൽകുകയും ചെയ്തു. ഭഗവാൻ അവരോടായി പറഞ്ഞു, നിങ്ങൾ വലിയ സാധകരാണ്. നിങ്ങളുടെ മനസ്സിന് പൂർണ്ണമായ തെളിച്ചം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പ്രവർത്തിക്കേണ്ടി വന്നത്. നിങ്ങളുടെ ശാപത്തെ ഞാൻ മാനിക്കുന്നു. ഇനി മുതൽ എന്നെ ആരാധിക്കേണ്ടത് ഈ ലിംഗരൂപത്തിലാണ്. എങ്കിൽ മാത്രമേ ഇവർക്ക് അതിന്റെ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ. മുതലാണ് ലോകം ശിവനെ ലിംഗരൂപത്തിൽ ആരാധിച്ചു തുടങ്ങിയത്. പ്രപഞ്ചത്തിന്റെ ആദിയും അന്തവുമല്ലാത്ത ചൈതന്യമാണ് ശിവലിംഗം. അപ്പോൾ കഥ കേട്ടല്ലോ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൾ.